ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെ വീട്ടിലാണ്. അതിലുണ്ടാവണ പറമ്പിലുണ്ടാവണ ഒരു മാവിൽ നിന്ന് കിട്ടിയ മാങ്ങ പഴുത്തതാണിത്. അപ്പൂസ് മാങ്ങകളാണ്. നല്ല ടേസ്റ്റിയാണ്. കെമിക്കലും ഇല്ല, ഒന്നുമില്ല. നല്ല ഓർഗാനിക്കായിട്ട് നല്ല മാങ്ങകൾ കുറേ കിട്ടി. അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു കുറച്ച് ജാം ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അതിനായിട്ട് മാങ്ങ അസലായിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ തൊലി മൂലം മാറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആ മാങ്ങയെല്ലാം തൊലി കളഞ്ഞ് ഇങ്ങനെ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മാങ്ങകൾ, എന്തൊരു ടേസ്റ്റാണ്. പഞ്ചസാര ആഡ് ചെയ്യണ്ട ഇത്. ഇനി ഇത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലെടുത്ത് നല്ല പ്യൂരിയായിട്ട് അടിച്ചെടുക്കാം. നമ്മളിതാ ഈ മാങ്ങ മുഴുവനും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇത്രയുണ്ട്. ഇത് നമ്മൾ ഒരു അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനടിയിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിക്കണം, കുറച്ച് ആയിട്ട്. ഒന്ന് ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഒഴിക്കണം. മീഡിയം ഹീറ്റിൽ മതി കേട്ടോ ഇത് ഡ്രൈ ചെയ്ത് കൊടുക്കലേ. തീ കൂടരുത്. ഇളക്കിക്കൊണ്ടേയിരിക്കണേ. നാട്ടിൽ വന്നിട്ട് എനിക്ക് കുപ്പി വെള്ളം വാങ്ങിക്കാൻ പറ്റി. കുട്ടിക്കാലത്തെ മോഹങ്ങളല്ലേ. ഈ മാങ്ങ എടുക്കുമ്പോൾ തീരെ വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം തീരെ വേണ്ടേ. അപ്പോൾ അതാ ഇങ്ങനെ കുറേശ്ശെ അതിൻ്റെ അരിക്കുന്നൊക്കെ വിട്ടു പോകുന്ന തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ ഇങ്ങനെ വേവിക്കുമ്പോൾ ഇതൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ പൊട്ടപ്പെടാന്ന് പറഞ്ഞിട്ട് മേലേക്ക് തെറിക്കാതിരിക്കാൻ നോക്കണം, നീങ്ങി നിൽക്കണം. പിന്നെ വളരെ ചെറിയ തീയിലിട്ടിട്ട് മതി ഇത് ചെയ്യും. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അതിലത്തെ വെള്ളമൊക്കെ അങ്ങനെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡ്രൈ ആക്കണം. തീരെ വെള്ളമില്ലാത്ത വിധത്തിലാണ് ഡ്രൈ ആക്കണം. ഇപ്പോൾ പകുതി ഈ സാധനങ്ങളിൽ ഇതിൽ നമ്മൾ ഒരു സ്പൂണും കൂടെ നാരങ്ങ നീര് ഒഴിക്കുക. വേറെ ഒരു കെമിക്കൽസും ചേർത്തിട്ടില്ല. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. മാങ്ങയുടെ മധുരം മാത്രമേ ഉള്ളൂ. നല്ല മധുരമുള്ള മാങ്ങ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു 1/4 സ്പൂണ് ഏലക്കാപ്പൊടി ചേർക്കാം. നമുക്ക് കുറച്ച് നേരം ഇത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ മാങ്ങ ജാം റെഡി ആയി കഴിഞ്ഞു. ഇതിൽ യാതൊരു കെമിക്കൽസും ഇല്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. നല്ലോണം വെള്ളം പറ്റുന്നത് വരെ വഴറ്റിയെടുത്തതാണ്. നമുക്ക് ബ്രെഡിൽ തേച്ച് ജാം പോലെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, വെറുതെയും കഴിക്കാം. കുറേ കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഉണ്ട്. ചക്ക വരട്ടിയത്, മാങ്ങ വരട്ടിയത്, ചക്ക വരട്ടിയത് പോലെ തന്നെ.